ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ചിന്നുപാപ്പുവിനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന, ചിന്നുപാപ്പുവിന് ഏറ്റവും പ്രിയപ്പെട്ട സന്ദേശം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തൻ്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണെന്ന് പറയുമ്പോൾ പോലും പല ആളുകൾക്കും ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന, അവരാഘോഷമാക്കിയിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണെന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരല്പം മനുഷ്യത്വം കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ വിശദമായിട്ട് നമുക്ക് മുന്നോട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇവിടെ ചിന്നുപാപ്പു അവർ മരണപ്പെട്ടപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കുന്നത് ഒരു ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ സന്ദേശം എന്ന് പറയുന്ന വ്യക്തിയിലോട്ടായിരുന്നു. ആ ഒരു വ്യക്തി എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിരുന്നോ, ആ ഒരു വ്യക്തിക്ക് ഈ ഒരു മരണത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. അന്വേഷണത്തിൽ പോലും പോലീസുകാർക്ക് ഈ ഒരു വ്യക്തിക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളതിൽ തന്നെ മനസ്സിലായിരുന്നു. ചിന്നുപാപ്പുവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഫുഡ് പോലും കഴിക്കാതെ ഇരുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തി. കാര്യം ആ ഒരു വിയോഗം ഒട്ടും താങ്ങാൻ ആ ഒരു വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം അത്രത്തോളം ആ ഒരു വ്യക്തി ചിന്നുപാപ്പുവിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ. പലരും പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ 2K, അതുകൊണ്ട് അവർക്ക് സ്നേഹം എന്താണെന്ന് അറിയത്തില്ല, പ്രണയം എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം കുറേ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വ്യക്തിനെ കാണാൻ, അല്ലെങ്കിൽ ആ ഒരു വിയോഗം കാരണം ഫുഡ് പോലും കഴിക്കാൻ പറ്റും അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിനെ ചിന്നുപാപ്പുവിനെ അവസാനമായിട്ട് കൊണ്ട് കാണിക്കാം. പക്ഷെ നീ ഫുഡ് കഴിച്ചാൽ മാത്രമേ കൊണ്ട് കാണിക്കൂ എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ആ ഒരു മനുഷ്യനെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചിട്ട് പിന്നീട് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പോലീസുകാരുടെ അന്വേഷണത്തിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരു പങ്കും ഇതിലില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ആ സന്ദേശത്ത് നടന്ന വ്യക്തി തൻ്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് അത്രത്തോളം ചിന്നുപാപ്പുവിനെ എത്രത്തോളം സ്നേഹിച്ചതുകൊണ്ടും ആ വിയോഗം ഒരിക്കലും താങ്ങാൻ കഴിയാത്തത് കൊണ്ടും പിന്നീട് ഈ സംശയങ്ങളും അയാളോട്ട് വരും, ഇതൊക്കെ തന്നെ ആ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ പല ആളുകൾക്കും സന്തോഷം ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിന്നുപാപ്പുവിന്റെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ. കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിന്നുപാപ്പു എന്ന രേഷ്മയും സന്ദേശും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മ തൂങ്ങി മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, രേഷ്മയുടെ മരണശേഷം ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ഒക്കെ പുരോഗമിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ആൺസുഹൃത്തും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമായ വാർത്ത തന്നെയാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നുപാപ്പുവിന്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ ആൺ സുഹൃത്തു കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം അരമണിക്കൂർ മുൻപാണ് മന്നിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കുഡ്ലു മന്നിപ്പാടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത്. തിങ്കളാഴ്ചയാണ് ഇൻഫ്ലുവൻസറായ ചിന്നുപാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ ഉളിയത്തൊടുക്ക ക്വാർട്ടേഴ്സിൽ കാണപ്പെട്ടത്. അവിടെ ഈ സന്ദേശും അതുപോലെ തന്നെ ഈ രേഷ്മയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താമസിച്ചിരുന്നത്. അതിൽ രേഷ്മയുടെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശിനെ പോലീസ് അന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് ആ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് പങ്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവരെ ബന്ധുക്കൾക്കൊപ്പം വിട്ടേക്കുമായിരുന്നു. അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. തുടക്കത്തിൽ ഈ സന്ദേശിന്റെ ഇവർ തമ്മിൽ വലിയ പിണക്കങ്ങളുണ്ടായിരുന്നു, ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കാം ആത്മഹത്യ എന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ നിഗമനമെങ്കിൽ ഈ സന്ദേശിനെ കൃത്യമായി ചോദ്യം ചെയ്തതിൽ അങ്ങനെ ഒരു ആത്മഹത്യക്ക് ബന്ധമില്ല എന്ന് കണ്ടാണ് സന്ദേശിനെ വിട്ടയച്ചത്. പക്ഷേ ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ രേഷ്മ മരണപ്പെട്ടതിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശം എന്ന് വേണം പറയാൻ. അത് പോലീസും അന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം അന്ന് സന്ദേശിനെ പറഞ്ഞേക്കുന്ന സാരം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അങ്ങേറ്റം വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദേശ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നതാണ്. മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2:30 കൂടിയാണ് സ്വന്തം വീട്ടിൽ മഞ്ഞപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ ദിവസങ്ങളിലെല്ലാം സന്ദേശ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഏതായാലും രേഷ്മ ആത്മഹത്യ ചെയ്ത ആ ഒരു മാനസിക വിഷമം തന്നെയായിരിക്കാം ഈ സന്ദേശം ആത്മഹത്യ ചെയ്യാൻ ഇടയായതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്നാലും ഈ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുന്നത്. സന്ദേശിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത് രേഷ്മയുടെ ഫോണും അതുപോലെ തന്നെ സന്ദേശിന്റെ ഫോണും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സന്ദേശിന്റെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമല്ല എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ നിഗമനം അവസാനം ഏറ്റവും കൂടുതലായി വന്നത്. അതുകൊണ്ടാണ് സന്ദേശിനെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴും രേഷ്മ ഈ മരണപ്പെട്ട രേഷ്മയിൽ ഇല്ല എന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം പോലീസ് നിഗമനത്തിലെത്തുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പല ആളുകളും ഇതിനെ ഭയങ്കര ആഘോഷമായിട്ട് കാണുമ്പോണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക. ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെ പറ്റിയിട്ട് പല വിഷയങ്ങളും ഞാനൊന്നും സംസാരിച്ചില്ല. ഞാൻ അവർ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഈ ഒരു പലർക്കും ഈ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ പലരും ഭയങ്കര ഹാപ്പി ആവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസർ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമാണ്. എന്ത് സാഡിസ്റ്റിക് ആയിട്ടൊരു ചിന്താഗതിയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളമാണ് 100% ലിറ്ററസി ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. ഇവിടെയുള്ള ആളുകളാണ് ഇങ്ങനെ ആഘോഷിക്കുന്നതോടെ നിങ്ങൾ ആലോചിക്കണേ. അപ്പം ഈ ഒരു ചിന്നുപാപ്പുവിൻ്റെ ഇതിൽ വന്നപ്പോൾ പോലും ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് കൊടുത്തേക്കുന്ന ആരാണ്? ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനൽസ് ആണ് ഇൻഫ്ലുവൻസർ ഇതുപോലെ മരണപ്പെട്ടെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്.
അവർക്ക് വേണമെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. പക്ഷെ അവർ കൊടുത്ത പേര് ഇൻഫ്ലുവൻസർ. അപ്പം ആളുകൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുക എന്നൊക്കെ ആൾക്കാർ ചോദിച്ചോട്ടെ. പക്ഷേ ഇതേ കൊടുത്തേക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പിന്നീട് രാത്രി 10:30 അടുത്തൊരു ഷോ വെച്ചേക്കാണ് ഇവർ എന്ത് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. അതായത് രാവിലെ ഇവർ തന്നെ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് കൊടുക്കുന്നു, എന്നിട്ട് ഇതേ ഇവർ തന്നെ അത് വെച്ചിട്ട് പിന്നീട് എന്ത് ഇതാണ് കൊടുക്കുക എന്നുള്ള രീതിയിലുണ്ട്. അപ്പം നമ്മൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചപ്പോൾ ചില ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ആണ് ഇത് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. അല്ല, ഞാൻ അയാൾക്ക് ആ ഒരു കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു. അതായത് ലോകമെമ്പാടും കാണുന്ന ഒരു സാറ്റലൈറ്റ് ചാനൽ ഇത്രയും വലിയ കാര്യങ്ങൾ കാണിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ്. അവർ ചെയ്യുന്നത് ഒരു തെറ്റല്ലല്ലേ, അതിനെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ചെയ്യുന്ന തെറ്റ്. പിന്നെ ഈ സന്ദേശം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേര് പുറത്തു വിട്ടേക്കുന്ന ഇവിടുത്തെ മീഡിയാസ് തന്നെയായിരുന്നു. എന്നിട്ട് ഈ ഒരു വ്യക്തിക്ക് അത്രത്തോളം ഡിപ്രഷനിലും മാനസികാവസ്ഥയിലും നിൽക്കണം. അതിൻ്റെ പുറത്ത് ആളുകളൊക്കെ എന്താണ് പറയുന്നത്, ഓക്കെ ഇൻഫ്ലുവൻസർ മരണപ്പെട്ടു, ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു, ഈ ഇൻഫ്ലുവൻസർ ഇന്ന് ഈ ടാഗ്, ഈ പേര് കൊടുത്ത് ഈ പറയുന്ന അല്ലെങ്കിൽ ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് ഇവരെല്ലാവരും മനുഷ്യർ തന്നെയാണ് അല്ലേ, അല്ലാതെ സ്പേസിൽ നിന്ന് വന്ന ഏലിയനോ ഒന്നും അല്ലല്ലോ. ഇവരും മനുഷ്യർ തന്നെയാണ്. നഷ്ടപ്പെട്ടത് ജീവനാണ്, 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്, എന്നിട്ടും ആഘോഷമാക്കുന്നുണ്ട്. ഇനി അടുത്ത ആരാണ് ഈ പറയുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി സ്വയം ജീവൻ ഇല്ലാണ്ടാക്കേണ്ടുന്നത്? ഇപ്പോൾ പോലീസ് വിശദമായ ഒരു പരിശോധന സന്ദേശിന്റെ മുറിയിലും മറ്റും നടത്തുന്നുണ്ട്. എന്തായാലും രേഷ്മ ഇങ്ങനെ ഒരു വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കുറെ നാളുകളായി എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നു. അതായത് ഭർത്താവ് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് രേഷ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിക്കൊപ്പം, അതായത് വിവാഹം കഴിഞ്ഞ മറ്റൊരു യുവതിക്കൊപ്പം പോവുകയും അത് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിരുന്നു. പക്ഷേ അതാരോടും രേഷ്മ പങ്കുവെച്ചിരുന്നില്ല, സ്വന്തം കുടുംബത്തോട് പോലും പങ്കുവെച്ചിരുന്നില്ല. അതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സന്ദേശമായി ഒരുമിച്ച് ഈ ഉള്ളിത്തടുക്കയിൽ ഉള്ള വാടക കോട്ടസിൽ താമസിക്കുമ്പോഴും ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് അയൽവാസികളൊക്കെ അത്തരത്തിലുള്ള മൊഴി നൽകിയിരുന്നു. പക്ഷേ അത് രേഷ്മ ആത്മഹത്യ ചെയ്യാനിടയായത് അങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള വഴക്കല്ല എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞേക്കുന്ന സാഹചര്യം. പക്ഷേ അപ്പോഴും സന്ദേശ് ഈ പോലീസ് സ്റ്റേഷനിൽ പോലും നമ്മോട് പോലീസുകാർ വ്യക്തമാക്കിയത് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം മാനസിക വിഷമത്തിലായിരുന്നു. രേഷ്മേനെ ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് എന്നാണ്. ഒരു പെയിന്റിംഗ് തൊഴിലാളി കൂടിയാണ് ഈ സന്ദേശ്. അങ്ങനെ അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഭക്ഷണം കഴിച്ചാൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കരുതെന്നാണ് പോലീസ് നമ്മോട് അന്ന് പങ്കുവച്ചിട്ടുണ്ടായത്. അങ്ങനെ അവസാനമായി മോർച്ചറിയിലേക്ക് പോലീസ് ഈ സന്ദേശിനെ കൊണ്ടുപോവുകയും അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കുന്ന സാഹചര്യം വരാനുണ്ടായിരുന്നു. അങ്ങനെ വലിയ വൈകാരികമായ രംഗങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം സന്ദേശിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി പറഞ്ഞ് സന്ദേശിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞേക്കുന്ന സാഹചര്യം പോലീസിനുണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് സന്ദേശ് നീങ്ങിയിരുന്നു ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ ആത്മഹത്യയോടുകൂടി. പ്രണയമാണോ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് 2K കിഡ്സ്, ഇതൊക്കെ പ്രേമമല്ല, മറ്റേത് അവിഹിതം, അത് ഇത് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. താൻ സ്നേഹിച്ചിരുന്ന കല്യാണ വിവാഹം കഴിച്ച ആ ഒരു വ്യക്തി തന്നെ ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്നിട്ട് മറ്റൊരാളുടെ ഒപ്പം അവർ ജീവിതമായിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ചിന്നു പാപ്പു മറ്റൊരാളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഒരു നിയമം ഉണ്ടോടെ? ഇനി കമന്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണേ. ഭാഗ്യം ഇങ്ങനെയുള്ളതൊക്കെ പോട്ടെന്നേ, ഇതിൽ എന്തോന്ന് സെന്റിമെന്റ്സ്, തോന്നിയ പോലെ ജീവിക്കുമ്പോൾ അവസാനം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? ദയവ് ഇതൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമുക്ക് തോന്നിയ പോലെയാണ് ജീവിക്കേണ്ടുന്നത്. നിങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹം വരച്ച് വെച്ചേക്കുന്ന ഒരു വരയുണ്ട്. അതിനകത്തോടെ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടക്കിണറ്റിലെ തവളകളാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയ പോലെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടുന്നത്. അല്ലാതെ ആർക്കോ തോന്നിയ അല്ലെങ്കിൽ സമൂഹം ഉണ്ടാക്കി വെക്കുന്ന ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ ഈ ചില ആളുകൾ മതം ഫോളോ ചെയ്ത് ജീവിക്കുന്നുണ്ട്, ചില റെസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ട്, അങ്ങനെയൊന്നും അല്ല. നമുക്ക് തോന്നുന്ന പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എങ്കിലേ അതിനെ ഒരു ജീവിതം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ ബിസ്ക്കറ്റ് ചായയിൽ വീഴുമ്പോൾ മറ്റൊരു ബിസ്ക്കറ്റ് കൊണ്ട് എടുക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും ഇത് തന്നെ ഗതി. ഈ സെയിം കമന്റ് പല ഈ പറഞ്ഞ ന്യൂസ് ഒന്നതിനകത്ത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ച് ഇതേ വ്യക്തി തന്നെ വെക്കുന്നുണ്ട്. എന്താനന്ദമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഉപമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആളുകൾ. 2 നാറ്റങ്ങൾ ചത്തു, നാട് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, നാട് നന്നായല്ലോ, ഇതുകൊണ്ട് നാട് നന്നായി. നമ്മുടെ നാട്ടിൽ എന്തോരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഭരണകൂടത്തിലിരിക്കുന്ന നമ്മളെ ഭരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എന്തോരം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. നമ്മുടെ രാജ്യം തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിറ്റിട്ടിരിക്കുന്ന പോലത്തെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു രാജ്യമായിട്ടുള്ള നിലയിലൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. നാട് നന്നായത് ഈ പറയുന്ന 2 ആളുകൾ മരണപ്പെട്ടപ്പോഴാണ് അല്ലേ. വോ സൂപ്പർ. എന്നിട്ട് സന്തോഷം, അവന് സന്തോഷമായി. കാര്യം അവൻ്റെ അച്ഛനാണല്ലോ അവിടെ ചത്ത് കിടക്കുന്നത്. രതിജീവിതനും ക്ലൈമാക്സ് സൂപ്പർ. ഭർത്താവ് വേറെ ഒരു പെണ്ണിൻ്റെ കൂടെ പോയി, ഇവൾ ആ വിഷമത്തിൽ ഭർത്താവിൻ്റെ കൂട്ടുകാർക്ക് എന്നിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ ലിവിങ് ടുഗദർ. കേട്ടല്ലോ,
എന്തോന്നടേ നിങ്ങൾ. ഇനി അടുത്ത ഇൻസ്റ്റഗ്രാമിൽ തുള്ളുന്ന കുറേ എണ്ണം ഇനിയുമുണ്ട്, അവരുടെയൊക്കെ അവസ്ഥയും ഇത് തന്നെ. ഇൻസ്റ്റഗ്രാമിൽ തുള്ളുന്നത് കുറേ എണ്ണമുണ്ട്, 267 ലൈക്കാണ്. അത്ര ആളുകൾ ഇതിനോട് യോജിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ തുള്ളുന്ന ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ ടിക്ടോക്ക് ഉള്ള സമയം മുതൽ ഈ ഓരോന്ന് അവരുടെ കഴിവുകളൊക്കെ ഓരോ കാണിച്ച് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളെയും ഇതുപോലെ കളിയാക്കിക്കൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു, നാട്ടിലും വീട്ടിലൊക്കെ കാണുമായിരിക്കും. അവരൊക്കെ ഇപ്പോഴും ഇതേ പണി താണ്ടി ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് വീഡിയോസൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന പല ആളുകളും ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. സിനിമകളിലും വലിയ റിയാലിറ്റി ഷോസിലും അവർ ലൈഫ് തന്നെ ഫിനാൻഷ്യലി ഒക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു കഴിവോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ അറിയാത്ത കുറേ ഏപ്രാച്ചുകളായിട്ട് ചില ആൾക്കാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ദാണ്ട് ഇതേപോലുള്ള കമന്റ് ഇടുന്ന ഇമാതിരി അപരാധങ്ങളെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള എണ്ണങ്ങൾക്ക് ബാക്കി ഇവരുടെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയയും ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ആ ഒരു മരണത്തെ പോലും ഈ രീതിയിൽ വന്ന് അവർ കമന്റ് ബോക്സിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈയടിക്കടാ മക്കളെ, അവൻ്റെ അച്ഛനും അവൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഇല്ലണ്ടായി കിടക്കുന്നതുകൊണ്ടാണ് കൈയടിക്കാനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എടീ, ഈ പറയുന്ന ഇൻഫ്ലുവൻസർ ക്രിയേറ്റർ, ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് കൊടുത്ത് വിളിച്ചേക്കുന്നത് തന്നെ ഈ മീഡിയക്കാരാണ്. ഓക്കെ, അപ്പം അവരാണ് ടാഗ് ചെയ്തത്. അപ്പം എന്തുകൊണ്ട് ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചെന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട നേരെ മീഡിയാസിൻ്റെ അടുത്താണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, എന്ന് കരുതിയിട്ട് എടീ ഇവരും മനുഷ്യരാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരാൾ ലാസ്റ്റ് ആ ഒരു ഇട്ട വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, നീ മരിച്ചാലും ഞാൻ പൊട്ടിച്ചിരിക്കൂടാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടേക്കുന്ന കമന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരണപ്പെട്ടതിന് ശേഷം ആരെങ്കിലും ചിരിച്ചോ ചിരിക്കാതിരിക്കോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്നും അറിയുന്നില്ല, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്നെ ബാധിക്കുന്ന കാര്യം എന്താ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള സാധനം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അത് പോയി, പിന്നെ എനിക്ക് ഒന്നുമില്ല, ഞാനൊന്നും അറിയുന്ന പോലില്ല, ഞാൻ പിന്നെ ഇല്ല. ഓക്കെ, അങ്ങനെ ആരെങ്കിലും പൊട്ടിച്ചിരിച്ചു പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ, ഓക്കെ, ചുറ്റും നിൽക്കുന്ന ആളുകൾ ഇതുപോലെ പൊട്ടിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയും കണ്ടിട്ട് ഇതിനെ കണ്ടിട്ട് ഭയങ്കര ആഘോഷമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അല്പം മനുഷ്യത്വം കാണിക്കണം അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ. ഓക്കെ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഒപ്പം, ഓക്കെ, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒരു വീഡിയോ ഇടുക, ഒരു കണ്ടന്റ് ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു പേരിനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമേ കാണൂ, അല്ലെങ്കിൽ പേരിനൊരു യൂട്യൂബ് അക്കൗണ്ടേ കാണുള്ളൂ, എങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നേരെ ന്യൂസുകാർ, യൂട്യൂബർ അല്ലെങ്കിൽ ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ ഇങ്ങനെ ആയിരിക്കും ടാഗ് ചെയ്ത് വെക്കുക. അപ്പം അവർ മരണപ്പെടുമ്പോഴും നിങ്ങൾ ഇതുപോലെ പറയോ, നന്നായി, അടിപൊളി, സ്വന്തം തന്തയും തള്ളയും ചത്ത് കിടക്കുമ്പോൾ ഇതുപോലെ തന്നെ നീയൊക്കെ പറയണം കേട്ടാ. എടേ, ഒരല്പം മനുഷ്യത്വം നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനായിട്ട് പറഞ്ഞില്ല എന്നുള്ളത് വേണ്ട. പ്രണയമാണ്, നഷ്ടങ്ങളുണ്ടാവും, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത് സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല. ജീവിതം ഇനിയും മുന്നോട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത്, ഇതുപോലെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറി. ഞാൻ നേരെ പോയിട്ട് കാര്യം ചോദിച്ചു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും ഇതുപോലൊരു ലവ് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നേരെ അതിൻ്റെ പോംവഴി എന്ന് പറഞ്ഞാൽ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നൊരു കാര്യമല്ല. ലൈഫ് ഇനി മുന്നോട്ടുണ്ട്, നമുക്ക് മൂവ് ഓൺ ആവേണ്ടതാണ്. പിന്നെ ഇത് മൂവ് ഓൺ ആവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. അല്ലാതെ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലുള്ള കുറേ അപരാധങ്ങൾ കാണും, ഇതുപോലെ ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനായിട്ട് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് ആണ്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഈ 2K ജെൻസി ഇതായതുകൊണ്ട് ഇവിടെ ആർക്കും തോന്നൂല എന്നുള്ളതല്ല. ഓക്കെ, ഇവിടെ മനുഷ്യന്മാരാണോ ഇതൊക്കെ എല്ലാവർക്കും തോന്നും. അല്ലാതെ പേരിനെ കണ്ടു ഓക്കെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ഇത് മാത്രമല്ല. ഈ ഇങ്ങനെ സാധനം പറയുന്നുണ്ടെങ്കിൽ ഇത് ഇത് എന്തോന്ന്, ഇത് 2K ജെൻസി മാത്രം ചെയ്തു വന്നേക്കുന്ന സാധനമാണോ ഇത്? ഇതിന് മുമ്പുള്ള ജനറേഷനിൽ ആരും ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത പുണ്യാത്മാക്കളായിട്ടുള്ള ആൾക്കാരാണല്ലോ. കൊള്ളാം എന്തായാലും.